CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉന്നയിച്ച KN ബാലഗോപാലും P രാജീവും M സ്വരാജും താഴെത്തട്ടിൽ നിന്നുള്ള പരിശോധന വേണമെന്ന് നേതാക്കൾ നിർദ്ദേശിച്ചു. അത് അംഗീകരിച്ചാണ് ബ്രാഞ്ച് മുതൽ അംഗങ്ങളെ കേൾക്കാൻ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. തോൽവിയുടെ ഗൗരവം പാർട്ടി നേതൃത്വം മനസ്സിലാക്കി വേണം തിരുത്തൽ വരുത്താനെന്നും രണ്ടാം നിര നേതാക്കൾ ആവശ്യപ്പെട്ടു. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ രണ്ടാം നിര നേതാക്കളുടെ വിമർശനങ്ങൾ എങ്ങനെയാണ്? താഴെത്തട്ടിൽ പരിശോധന ഉണ്ടായിട്ടില്ല, താഴെത്തട്ടിൽ പാർട്ടിക്ക് ക്ഷീണമാണ്, പാർട്ടി ദുർബലമാണ് എന്ന വിലയിരുത്തലാണോ? സ്മൃതി, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തോൽവിയെക്കുറിച്ചുള്ള വിശദമായ ചർച്ച നടന്ന സമയത്താണ് രണ്ടാം നിരയിലുള്ള നേതാക്കളായ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KN ബാലഗോപാലും ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തോൽവിയെക്കുറിച്ചുള്ള ചർച്ച നടന്ന സമയത്താണ് മേൽ കമ്മിറ്റികൾ ഇരുന്ന് ഇന്ന കാരണം കൊണ്ട് തോറ്റുപോയി എന്ന് ഒരു നിഗമനത്തിലെത്തുകയും അത് കീഴ്ഘടകങ്ങളെ അറിയിക്കുകയും ചെയ്യുന്ന രീതി മാറ്റണം. കാരണം ഏറ്റവും താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരുടെ വോട്ട് പോലും കിട്ടാത്ത രാഷ്ട്രീയ സാഹചര്യം പല സ്ഥലത്തുമുണ്ടായി. പാർട്ടി കോട്ടകളിൽ പരാജയപ്പെടാൻ കാരണം ഇപ്പോൾ ന്യൂനപക്ഷ ഏകീകരണം, ഭൂരിപക്ഷ ഏകീകരണം, തീരദേശ മേഖലയിൽ വോട്ട് കിട്ടിയില്ല, മലയോര മേഖലയിൽ വോട്ട് കിട്ടിയില്ല എന്നൊക്കെ വിലയിരുത്തുന്നതിനപ്പുറം പാർട്ടി പ്രവർത്തകരുടെ വോട്ട് കിട്ടിയിട്ടില്ല പല സ്ഥലത്തും. അതെന്തുകൊണ്ട് കിട്ടിയിട്ടില്ല എന്നറിയണമെങ്കിൽ താഴെത്തട്ടിൽ നിന്ന് പരിശോധനകൾ തുടങ്ങണം. അങ്ങനെ തുടങ്ങിയാൽ മാത്രമേ ഇപ്പോഴുള്ള ക്രൈസിസ് പരിഹരിക്കാൻ പറ്റൂ എന്നതാണ് KN ബാലഗോപാലും P രാജീവും M സ്വരാജും അടക്കമുള്ള രണ്ടാം നില സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ആവശ്യമുന്നയിച്ചത്. അവരുടെ ആ ആവശ്യം മുഖവിലക്കെടുത്തതിന് ശേഷമാണ് അസാധാരണമായി ബ്രാഞ്ച് തലം മുതൽ പാർട്ടി അംഗങ്ങളെ കേൾക്കാനുള്ള ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുത്തത്. ഇത് ഏതെങ്കിലും തരത്തിൽ ചെറിയ പോരായ്മ, ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറഞ്ഞ് തിരുത്തിപ്പോയാൽ ഈ പാർട്ടി ഇല്ലാതാകും എന്ന ഒരു ആശങ്ക കൂടി ആ നേതാക്കൾ പങ്കുവച്ചിട്ടുണ്ട്. അത് മുഖവിലക്കെടുത്തു എന്നതാണ് പ്രസക്തം. അത് മുഖവിലക്കെടുത്തു എന്ന് മാത്രമല്ല, അത് സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നതിനിടയിൽ മാധ്യമങ്ങളോട് വന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയാൻ നിർബന്ധിതനുമായി. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.